പുതിയ സർക്കാരിൽ നിന്നും സാധാരണഗതിയിൽ മതനിരപേക്ഷതയ്ക്ക് പോറലുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ എന്താണ് അനുഭവം? ഒന്നിൻ്റെയും വലിയ തോതിലുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പുതിയ ഗവൺമെന്റ് അധികാരമേൽക്കുന്ന ദിവസം ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു. അന്ന് വന്ദേ മാതരം അവിടെ ചൊല്ലുന്ന നില വന്നു. വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് പൊതുവായൊരു നയമുണ്ട്. ആ നയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിച്ചതാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദാണ് ആ കാര്യം പ്രഖ്യാപിച്ചത്. ഇത് മറ്റൊന്നുമായിരുന്നില്ല. വന്ദേ മാതരം ആ ഗാനം ഒരു 2 ചരണം കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രമായിട്ടുള്ള ഗാനമാണ്. നമ്മുടെ രാഷ്ട്രമോ വ്യത്യസ്ത മതങ്ങളാണ്, വ്യത്യസ്ത മതക്കാരാണ്. ഒരു രാഷ്ട്രം അംഗീകരിക്കുന്ന ഗാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാവണം, എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്നതാവണം. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയാണ് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണം കഴിഞ്ഞാലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനിക്കുകയാണ്, രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിക്കുകയാണ്, വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണം മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല, അത് പ്രത്യേക മതവിഭാഗത്തിന്റെ ഭാഗങ്ങളാണ്, അതൊഴിവാക്കിയാണ് ചൊല്ലേണ്ടത്. ഇത് വ്യക്തതയാർന്ന തീരുമാനമായിരുന്നു. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലേണ്ടി വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിർദ്ദേശിച്ചത്. ഇപ്പോ മാത്രമല്ല, RSSന് ആ കാര്യത്തിലൊരു നിലപാടുണ്ട്. RSSന്റെ നിലപാട് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്നാണ്. നമ്മുടെ പുതിയ ഗവൺമെന്റ് അധികാരമേൽക്കുന്ന ദിവസം അവിടെ കേട്ടത് വന്ദേ മാതരം ആലപിക്കുന്നു. വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങളല്ല, വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുകയാണ്. അത് RSS വേദിയിൽ ആലപിക്കും, RSSകാരാലപിക്കും. പക്ഷേ മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഒരു സർക്കാരിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അത്. എങ്ങനെയാണ് അത്തരമൊരു ഗാനം രാജ്യവും നേരത്തെ മുതൽക്ക് കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവനായി ചൊല്ലുന്ന അവസ്ഥ വന്നത്? അത് RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടലല്ലേ? RSSനെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയല്ലേ? അങ്ങനെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തുടങ്ങേണ്ടതാണോ ഭരണം? കേരളം അത്തരമൊരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? കടുത്ത വിമർശനം ഉയർന്നു വന്നു, എല്ലാ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു വന്നു. ഇപ്പോ ആഗസ്റ്റ് 15 കഴിഞ്ഞു. ആഗസ്റ്റ് 15 ആയപ്പോ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏക സംസ്ഥാനം ഒരു സർക്കുലർ അയച്ചു, വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആ ഏക സംസ്ഥാനം കേരളമായിരുന്നു. കേരളം മാത്രമാണ് അങ്ങനെ ഒരു സർക്കുലർ അയച്ചത്. ആ സർക്കുലർ അയച്ചു എന്ന വിവരം കേട്ടപ്പോ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികളെല്ലാം അത് എതിർത്തു. സ്വാഭാവികമായി ഞങ്ങളും അത് തുറന്നു കാണിച്ചു. വലിയ എതിർപ്പ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു. അങ്ങനെ വന്നപ്പോ ആഗസ്റ്റ് 15 വന്ദേ മാതരം ചൊല്ലേണ്ടതില്ല എന്ന നിലപാട് ഗവൺമെന്റ് എടുത്തു. അത് നല്ല കാര്യം. എങ്ങനെയാണ് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന സർക്കുലർ പോയത്? അതൊരു കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി
കോൺഗ്രസിന്റെ നേതാവാണ്. കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളത് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം അണിനിരന്നുകൊണ്ട് ചടങ്ങ്. അതിലാദ്യം വന്ദേ മാതരം ചൊല്ലുകയാണ്. വന്ദേ മാതരം ആദ്യ 2 ചരണങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റില്ല, അത് കോൺഗ്രസ് അംഗീകരിച്ചതാണ്. പക്ഷേ ആദ്യ 2 ചരണങ്ങൾ മാത്രമല്ല, പൂർണ്ണമായി ചൊല്ലി. അതൊരു കൈപ്പിഴിയാണോ? നോട്ടപ്പശകാണോ? യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ഒരിക്കലും അതൊന്നും സംഭവിക്കില്ലല്ലോ. കാരണം കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ടല്ലോ. ആ നയത്തിൽ നിന്ന് എങ്ങനെ വ്യതിയാനം സംഭവിച്ചു? അതുമാത്രമാണോ? ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക, കോൺഗ്രസ്സാണ് നേതൃത്വം ഭരിക്കുന്നത്. ആ 3 സംസ്ഥാനങ്ങളും വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലി. ഇവിടെ ചൊല്ലാത്തത് എന്തോ ഒരു മേന്മയായി പറയുന്നത് എന്തുകൊണ്ടാ? ഇവിടെ ചൊല്ലുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ ഉയർന്നു വന്നു. കേരളത്തിന്റെ പൊതുവികാരമായിട്ട് അത് ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ഇവിടെ ചൊല്ലേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ കോൺഗ്രസിനൊരു നിലപാടുണ്ടായി എന്നല്ലേ കാണിക്കുന്നത്? അതിന്റെ ഭാഗമായല്ലേ ഇത് മുഴുവനായിട്ട് ചൊല്ലുന്ന അവസ്ഥ വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചൊല്ലിയത്, ആസ്ഥാന മന്ദിരത്തിൽ ചൊല്ലിയത്, അത് RSSനോടൊരു മൃദു സമീപനം സ്വീകരിക്കലല്ലേ? RSS നയത്തിന് മുന്നിൽ ഞങ്ങളും ഇതിനോടൊപ്പമുണ്ട് എന്ന് കാണിക്കലല്ലേ? അത് മതനിരപേക്ഷതയെ തകർക്കുന്ന കൂട്ടർക്ക് ആവേശം പകരുകയല്ലേ ചെയ്യുക? ഇവിടെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി RSS സ്വീകരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ. വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് പിന്നീടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കം നമ്മുടെ ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ്. അവിടങ്ങളിലെല്ലാം ചരിത്രം അതേ രീതിയിൽ പഠിക്കുന്ന നില വരുന്നത്. ചരിത്രം അതേ രീതിയിൽ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ RSSന്റെ ചരിത്രമാണ് പഠിക്കുക. RSS സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഉണ്ടായില്ല എന്താണ് പഠിക്കുക? സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ വഞ്ചിച്ച കാര്യങ്ങളാണ് വിവരിക. അപ്പൊ അതൊഴിവാക്കാൻ ചരിത്രം തിരുത്തണം. പ്രത്യേകമായ രീതിയിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കണം. കൃത്യമായ കാവ്യവൽക്കരണം നടക്കുകയാണ്. കാവ്യവൽക്കരണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. രാജ്യത്തെ പാഠപുസ്തകങ്ങളിലെ ഗാന്ധിവധം വേണ്ടതില്ല, മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വേണ്ടതില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ആ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് കൊടുത്തത്. അത് കേരളമായിരുന്നു. കേരളത്തിന് അത് കഴിഞ്ഞത് അന്ന് LDF സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു കേരളം സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി കാവ്യവൽക്കരണത്തെ ശക്തമായി എതിർത്തു. ഇതിൻ്റെ തന്നെ തുടർച്ചയായി നമ്മുടെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നു. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസ നയമുണ്ട്. അപ്പോ ആ നയം കാവ്യവൽക്കരണമാണ്. അത് കൃത്യമായി സ്കൂളുകളിൽ എത്തിക്കുക എന്താണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ
കേന്ദ്രത്തിന്റെ ചില്ലറ കാശ് കിട്ടി സ്കൂളുകൾ നന്നാക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ LDF സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ രംഗം മികവാർന്ന രംഗമായി മാറി. പശ്ചാത്തല സൗകര്യ വികസനമുണ്ടായി, ആവശ്യമായത്ര ലാബുകളുണ്ടായി, ലൈബ്രറികളുണ്ടായി, കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന അവസ്ഥ വന്നു, അക്കാദമിക് നിലവാരം വർദ്ധിച്ചു, കുട്ടികൾക്ക് ആവശ്യമായ ശുചിമുറികളടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. അങ്ങനെ രാജ്യം നോക്കുമ്പോൾ കേരളം ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ രംഗം എന്ന നിലയാർജിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത് കേന്ദ്ര ഗവൺമെന്റ് ചില്ലി കാശ് കെട്ടി നന്നാക്കേണ്ട കാര്യം വരുന്നില്ല. 5000 കോടി രൂപയാണ് ഈ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി ചെലവഴിച്ചത്. അപ്പോൾ PMC പദ്ധതി കാവ്യവൽക്കരണം ഉദ്ദേശിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വേണ്ട എന്ന നിലപാട് ആദ്യമേ തന്നെ LDF സർക്കാർ സ്വീകരിച്ചു. വാശിയായി കേന്ദ്ര ഗവൺമെന്റിന്. ആ വാശിയുടെ ഫലമായിട്ട് എന്ത് ചെയ്തു? എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാണല്ലോ. PMC പദ്ധതി വേണ്ടാന്ന് വെച്ചാൽ PMC പദ്ധതി വേണ്ടാന്ന് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാശും കേരളത്തിന് ആവശ്യമില്ല. എന്നാൽ പൊതുവായി വിദ്യാഭ്യാസ രംഗത്ത് നൽകേണ്ട പണമുണ്ട്. അത് വലിയ സംഖ്യയാണ്, വൻതുകയാണ്. SSK ഫണ്ട് ആ ഭാഗം തടഞ്ഞു വെച്ചു. ഇപ്പൊ കേരളം പോലൊരു സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള വിഭവശേഷിയില്ല എന്നുള്ളത് കൊണ്ട് വല്ലാത്ത സാമ്പത്തിക ഞെരുക്കം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ തടസ്സം വരുമെന്ന നില. ഇത് ഒഴിവാക്കി കിട്ടണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതാണ്. അവരംഗീകരിക്കാൻ തയ്യാറായില്ല. ആ ഘട്ടത്തില് ഈ പറയുന്ന PMCയുടെ കാര്യത്തിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടാൽ ഈ പണം റിലീസ് ചെയ്യുമെന്നൊരു നില വന്നു. അങ്ങനെ ഒരു ധാരണാപത്രം ഒപ്പിടുന്ന നിലയിലേക്ക് പോയി. പക്ഷേ LDF അതിനെക്കുറിച്ച് ആലോചിച്ചു. PMCയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നമ്മൾ ബന്ധപ്പെടേണ്ടതില്ല, അത് തുറ നടപടി സ്വീകരിക്കേണ്ടതില്ല. ഗവൺമെന്റ് തീരുമാനമെടുത്തു. ഈ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കുന്നു. അത് കേന്ദ്രത്തിൽ പോയി വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദപ്പെട്ടവരെല്ലാം കണ്ടറിയിച്ചു. കേരള ഗവൺമെന്റ് നേരിട്ട് കത്തുമറി അയച്ചു. അതോടെ PMC പദ്ധതി വേണ്ടതില്ല എന്ന നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു. PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതിന്റെ ഭാഗമായി ഒരു കാര്യവും സംഭവിച്ചില്ല. അപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പലരും വലിയ തോതിലുള്ള വീരവാദങ്ങൾ മുഴക്കിയിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC അറബിക്കടലെറിയും എന്നെല്ലാമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. PMC വേണ്ടതില്ല എന്ന പൊതു നിലപാടിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോ ഇവരുടെ എല്ലാം സ്വരം മാറുന്നു. അയ്യോ, ഒരു രക്ഷയില്ല, LDF ഇങ്ങനെ ഒരു ധാരണാപത്രം ഒപ്പിട്ട് കളഞ്ഞു, അതുകൊണ്ട് നടപ്പാക്കലല്ലാതെ വേറെ മാർഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഞങ്ങൾ ഇത് നടപ്പാക്കിയേ തീരൂ. ശുദ്ധ നുണയായിരുന്നു അത്. എങ്ങനെയാണ് ആ നുണ കൃത്യമായി പൊളിഞ്ഞത്? നമ്മുടെ അബ്ദുൽ വഹാബും ജബി മേത്തറും പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോഴതാ മണിമണിയായി കേന്ദ്ര ഗവൺമെന്റ് ഉത്തരം വരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു
PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും കേരളത്തിന് ഇതേവരെ നൽകിയിട്ടില്ല. PMC പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് കേരള ഗവൺമെന്റ് അറിയിച്ചതാണ്. PMC പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടാൽ ഏത് ഘട്ടത്തിലും അതിൽ നിന്ന് പിൻവാങ്ങാം. PMC പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകൾ തെരഞ്ഞെടുത്ത് അറിയിച്ചാൽ മാത്രമേ PMC പദ്ധതി നടപ്പാക്കാനാവൂ. അങ്ങനെ ഒരു നടപടിയും കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ PMC പദ്ധതി നടപ്പാക്കുന്നില്ല. ഏത് ഘട്ടത്തിലും ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റ് അവകാശമുണ്ട്. നല്ല മുഖത്തടിയേറ്റ വലിയ മാറിയോ? ഇത്രയും വ്യക്തത വന്നിട്ടും ഞങ്ങൾ PMC പദ്ധതി നടപ്പാക്കാനില്ല എന്ന് ഇതേവരെ പറഞ്ഞോ? PMC പദ്ധതി വേണ്ട എന്ന നിലപാടാണല്ലോ LDF ആത്യന്തികമായി സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? അവിടെ നേരത്തെ കണ്ട RSS പ്രീണനമില്ലേ? RSSനെ പ്രീണിപ്പിക്കുന്ന സമീപനം വരികയല്ലേ? എന്താണ് RSSനെ പ്രീണിപ്പിക്കാൻ ഇത്ര താല്പര്യം? ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗം ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ ഇടപെടലുകൾ പല ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടുന്ന ഘട്ടങ്ങളിലെല്ലാം LDF അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് ശക്തമായ പ്രതികരണം LDF ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുമായിരുന്നു. അതിന്റെ ഭാഗമായി ഗവർണറും സംസ്ഥാന സർക്കാരും ഏറ്റുമുട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. അത് അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഫെഡറൽ അവകാശങ്ങളുണ്ട്. ആ ഫെഡറൽ അവകാശങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരത്തിൽ അനാവശ്യമായി കൈകടത്തിയാൽ അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. അത് മതനിരപേക്ഷതയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടാണ് കേരളം LDF ഗവൺമെന്റ് കാലത്ത് സ്വീകരിച്ചത്. ഇപ്പോഴങ്ങനെ കഴിയുന്നുണ്ടോ? ഞാൻ സമയദൈർഘ്യം കൊണ്ട് വല്ലാതെ നീട്ടി പറയുന്നില്ല. ചില ഉദാഹരണങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഗാന്ധിജി യൂണിവേഴ്സിറ്റി, അവിടെ ഒരു വൈസ് ചാൻസലറെ കൊണ്ടുവന്നു. വൈസ് ചാൻസലറെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ എന്താണ് യോഗ്യത? RSS താല്പര്യമാണ്. അപ്പൊ RSS ആഭിമുഖ്യം, RSS താല്പര്യം, അതിന് മാത്രം പരിഗണന വരുന്നു. അവിടെ സെനറ്റിൽ ഭൂരിപക്ഷം RSSന് വേണം. ആ ഭൂരിപക്ഷം ഗവർണർ ഉറപ്പുവരുത്തുന്നു. RSSകാരെ, സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുന്നു. ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ ഇവിടെ ഗവൺമെന്റിന് ത്രാണിയുണ്ടായോ? നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുണ്ടല്ലോ. കാര്യങ്ങൾ തുറന്നു പറയണ്ടേ? ഗവർണർ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെ വിമർശിക്കണ്ടേ? ഇത് ശരിയല്ല എന്ന് പറയണ്ടേ? ശരിയല്ലാത്ത കാര്യങ്ങൾക്കെതിരെ മറ്റ് നടപടികളിലേക്ക് കടക്കണ്ടേ? കേരളം നേരത്തെ കടന്നിരുന്നല്ലോ. അങ്ങനെ കടന്നതിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ നിന്ന് വന്നൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് LDF ഗവൺമെന്റ് കാലത്ത് ചാൻസലർ എന്ന നിലക്ക് ഗവർണർ തീരുമാനിക്കുന്ന കാര്യം, ഏകപക്ഷീയമായി കാര്യങ്ങൾ RSSന്റെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കുന്ന നില വന്നപ്പോ വൈസ് ചാൻസലർ നിയമനം എങ്ങനെ വേണം എന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ പോയി. വളരെ വ്യക്തതയോടെ സുപ്രീം കോടതി ഉത്തരവ് നൽകി. അതിൽ പറഞ്ഞു, മുഖ്യമന്ത്രിയാണ് പേരുകൾ നൽകേണ്ടത്. ആര് വൈസ് ചാൻസലറായിട്ട് വരണം എന്ന ഒരു പാനൽ മുഖ്യമന്ത്രി നൽകണം. ആ പേരുകൾ മുൻഗണനാക്രമത്തിൽ നൽകണം.
ആ മുൻഗണനാക്രമത്തിലുള്ളവരുടെ പേരുകൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അതിൽ നിന്ന് മാത്രം ചാൻസലർ, വൈസ് ചാൻസലറെ നിയമിക്കണം. വ്യക്തതയാർന്ന ഉത്തരവ് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന്. ഗവർണർ പോയി നോക്കി അതിനെതിരായിട്ട്. കോടതി ആ അഭ്യർത്ഥന സ്വീകരിച്ചില്ല. ഞങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുന്നു, അത് നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരവ് നിലനിൽക്കുന്നിടത്താണ് തോന്നിയ പോലെ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ടും അതിനെതിരെ പറയാൻ തയ്യാറില്ല. ആ പറയാൻ തയ്യാറാകാതിരിക്കുന്നതിൽ RSS പ്രീണനമില്ലേ? എന്തേ അങ്ങനെ ഒരു RSS പ്രീണനം? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ വരുന്നു? ഇപ്പോ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, അവിടെ ഒരു കലാപ്രകടനം നടത്തി വിദ്യാർത്ഥികളാകുമ്പോൾ വിദ്യാർത്ഥികളുടേതായ രീതിയല്ലേ സ്വീകരിക്കുക. അതായത് സ്റ്റേജിൽ ലൈറ്റില്ല, അവരെ പരിപാടി നടത്തുന്ന സ്റ്റേജിൽ ലൈറ്റില്ല. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു നാടകം അവർ അവതരിപ്പിച്ചു. അത് സ്റ്റേജ് ലൈറ്റിന്റെ ഇല്ലായ്മയെ കുറിച്ച് വിശദമാക്കുന്നതാണ്. അവരവരുടേതായ രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കുകയാണ്. ഉടനെ അതിന് നൽകിയ വ്യാഖ്യാനം എന്താണെന്നറിയോ? അവിടുത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ശവസംസ്കാര ചടങ്ങാണ് നടത്തിയത്. എവിടെയെങ്കിലും പോണോ പൂരം? എന്തൊരു കഥയായത്! ആ കുട്ടികൾ മനസ്സാവാച ചിന്തിക്കാത്ത കാര്യമാണ് ആരോപണമായിട്ട് വരുന്നത്. ഉടനെ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുന്നു. ഈ കുട്ടികൾക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കണം. ഗവർണർക്ക് എവിടുന്നാണ് അധികാരം വന്നത്? ഗവർണർക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ എവിടുന്ന് അധികാരം? പക്ഷേ കേസെടുത്തു. ഒരു കാര്യം സംഭവിച്ചു. കേരളത്തിലെ ചില ചാനലുകൾ ഈ അവതരിപ്പിച്ച കലാപരിപാടി അതേപോലെ അവരുടെ ചാനലുകളിലും കൊടുത്തു. അപ്പൊ നാട്ടുകാർക്കെല്ലാം ബോധ്യമായി, ഇതിൽ പറയുന്ന ഒന്നുമില്ല, ഒരു വൈസ് ചാൻസലറെയും കൊലപ്പെടുത്താൻ പോയിട്ടില്ല, അവരെ കൊലപ്പെടുത്തതായിട്ട് കാണിച്ചിട്ടുമില്ല, ഇതിനെ അപഹസിക്കുന്നതാണ് എന്ന് വ്യക്തമായി. എന്തേ ഇത്തരം കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത്? പലതരത്തിലുള്ള ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈക്കലാക്കാൻ വേണ്ടി നടത്തുകയാണല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭരണം ഉദ്യോഗസ്ഥ തലത്തിൽ ഏൽപ്പിച്ച ഒരു സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ആരാന്നറിയോ? നേരത്തെ ഗവർണർ തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ സർക്കാർ വ്യക്തതയാർന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഗവർണറെ ന്യായീകരിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നയാളാണ്. ആരുടെ താല്പര്യം? ഇതാണ് നോക്കേണ്ടത്. RSS താല്പര്യം. നമ്മുടെ സംസ്ഥാനത്തെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇതിൻ്റെ എല്ലാം തുടർച്ചയായുള്ള നടപടികളാണ് കാണാൻ നമുക്ക് സാധിക്കുക. വഖഫ് ബോർഡ് മുസ്ലിം വിഭാഗത്തിൻ്റെതായ ഒരു സ്ഥാപനമാണ്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുണ്ടല്ലോ, വ്യത്യസ്ത മതക്കാരില്ലേ? ആ മതങ്ങൾക്കെല്ലാം സ്ഥാപനങ്ങളില്ലേ? ആ സ്ഥാപനങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഭരണ സംവിധാനമില്ലേ? ഏതെങ്കിലും ഒന്നിൽ ആ മതത്തിൻ്റെതല്ലാത്ത ആളുകൾ ഉൾപ്പെടുന്ന ഭരണ നേതൃത്വം ഉണ്ടായിട്ടുണ്ടോ? എവിടെയുമില്ലാലോ. അങ്ങനൊരു കാര്യം ആരും മനസ്സാ ഉദ്ദേശിച്ചിട്ടില്ലാലോ. തീർത്തും വർഗീയ വീക്ഷണം. മുസ്ലിമിന്റെ സ്ഥാപനമാകുമ്പോ അത് മുസ്ലിം മാത്രമായി നടത്തിയാൽ പോരാ, അമുസ്ലിങ്ങൾ കൂടി അതിലുണ്ടാകണം എന്നൊരു തോന്നൽ
ആർക്ക്? RSSന്, സംഘപരിവാറിന് അവരുടെ വർഗീയ നിലപാടിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായ ഒരു നിയമം വരുന്നു, ഒരു ബിൽ പാർലമെന്റിൽ വരുന്നു. അതിനെ ശക്തമായി എതിർക്കുന്നു മതനിരപേക്ഷ ചിന്താഗതിക്കാർ. രാജ്യത്താകെ എതിരഭിപ്രായം ഉയരുന്നു. പക്ഷേ ഭൂരിപക്ഷത്തിൽ പാസ്സാകുന്നു. അപ്പോഴും നാം കാണേണ്ടത് രാജ്യത്ത് മറ്റൊരു മതത്തിനും ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. കാണേണ്ട ആപത്ത്, ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ ഇന്ത്യയിലുള്ള മറ്റു മതങ്ങളില്ലേ, ആ മതങ്ങളുടെ കാര്യത്തിലും ഇതേ നിലപാട് വരില്ലേ? ഓരോ മതത്തിന്റെയും അവകാശത്തിൽ എന്തിന് കൈകടത്തുന്നു? ആ മതത്തിന്റെ സ്ഥാപനം മതത്തിൽപ്പെട്ടവരല്ലേ നടത്തേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകത, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യേണ്ടവരുണ്ട്. 2 അമുസ്ലിങ്ങളും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവര് അമുസ്ലിങ്ങളാണെങ്കിൽ അവരും കൂടി ചേർന്നാൽ ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ഘടന അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒന്നായി മാറും. എന്തൊരു വിചിത്രമായ അവസ്ഥയാണ് നോക്കണം. എത്ര പച്ചയായാണ് വർഗീയ നിലപാട് സ്വീകരിക്കുന്നത് നോക്കണം. ഇതിനെ ശക്തമായി കേരളം എതിർത്തു. കേരള നിയമസഭ ഏകാണ്ഡമായി പ്രമേയം അംഗീകരിച്ചു. മാത്രമല്ല, സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് കക്ഷി ചേർന്നു. ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഇവിടെ സംഭവിച്ചു. അപ്പോഴേക്ക് മറ്റൊരു കാര്യം വന്നു. ഈ പറയുന്ന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട സമയമായി, കാലാവധിയായി. കാലാവധിയായാൽ പുനഃസംഘടിപ്പിക്കണം നിയമത്തിൽ തന്നെയുണ്ട്. കാലാവധി കഴിയുന്നു. LDF സർക്കാർ പുനഃസംഘടിപ്പിച്ചു. എന്താ പ്രത്യേകത? രാജ്യത്തൊരു നിയമം വന്നിരിക്കുന്നു. ആ നിയമത്തിൽ അമുസ്ലിങ്ങൾ 2 പേർ വേണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അമുസ്ലിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയുള്ള ബോർഡല്ലേ വേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടൊരു പ്രശ്നമായിട്ട് ഉയരും. പക്ഷെ എങ്ങനെയാണ് LDF ഗവൺമെന്റ് അതിനെ കണ്ടത്? ആ ഭാഗം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF സർക്കാർ ആ ഭാഗം ഒഴിവാക്കി വെച്ചു. ആ 2 പേരെ ഉൾപ്പെടുത്താതെ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ഒരു കുഴപ്പമില്ല. ബോർഡിന് കോറുണ്ട്, ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാം. ബോർഡ് നടപടികൾ ആരംഭിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്നു. LDF പരാജയപ്പെട്ടു. പുതിയ സർക്കാർ വന്നു. അപ്പോ ഹൈക്കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സംഘപരിവാറിന്റെ സംഘപരിവാർ ഭാരവാഹി കോടതിയിൽ പോയിരുന്നു, ഹൈക്കോടതിയിൽ പോയിരുന്നു. നേരെ പുതിയ ഗവൺമെന്റ്, LDF പരാജയപ്പെട്ടതിന് ശേഷമുള്ള പുതിയ ഗവൺമെന്റ് ആ കേസിൽ പോയി കോടതിയോട് അങ്ങോട്ട് പറയാണ്. എന്താ പറഞ്ഞ കാര്യങ്ങൾ? വളരെ വിചിത്രമായ കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞു, ഈ ബോർഡ് നിയമാനുസൃതമല്ല. 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ടതാകണം ബോർഡ്.
ഇപ്പൊ 2 അമുസ്ലിങ്ങൾ കൂടി ഉൾപ്പെടാത്ത ഈ ബോർഡ് നിയമാനുസൃതമല്ല. ഈ ബോർഡ് പിരിച്ചുവിടണം. ഞങ്ങൾ, അതായത് ഗവൺമെന്റ്, പുതിയ ബോർഡ് പുനഃസംഘടിപ്പിക്കാം. 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ബോർഡ് പുനഃസംഘടിപ്പിക്കാം. എങ്ങനെയുണ്ട്? ആരുടെ ന്യായാണത്? ആർക്ക് വേണ്ടിയാണ് ആ വർത്തമാനം? ഈ രാജ്യത്ത് ആ വാദം ഉന്നയിക്കുന്നത് RSSും സംഘപരിവാറും മാത്രമാണ്. RSSന്റെയും സംഘപരിവാറിന്റെയും ന്യായം അതേ രീതിയിൽ എങ്ങനെ കേരളം പോലൊരു സംസ്ഥാനത്തിനെ ഗവൺമെന്റിന് പരസ്യമായി ഉന്നയിക്കാൻ കഴിഞ്ഞു? ഇതൊന്നും ആലോചിക്കാത്ത വിഷയമല്ലോ, ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നോക്കണം, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്ന്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. സാധാരണ കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ലാത്ത ഒരാളല്ല അദ്ദേഹം. നല്ല നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നയാളാണ്. ഈ വിഷയത്തിൽ നിയമസഭ അന്ന് പ്രമേയം അംഗീകരിക്കുമ്പോ ഒരുപാട് നിർദ്ദേശങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചയാളാണ്. എവിടെ പോയി അതല്ല? ആരുടെ മുന്നിലാണ് കീഴ്പ്പെട്ടത്? ആർക്കു വേണ്ടിയാണ് നിലപാട് ഉപേക്ഷിച്ചത്? ഞങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിൽ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്താമെന്ന നിലപാട് എങ്ങനെ വന്നു? ആ നിലപാട് സുപ്രീം കോടതിയിലെ കേസിനെ എങ്ങനെ ബാധിക്കും? LDF സർക്കാരാണ് അന്ന് കേസ് പോയത്. ആ കേസിന്റെ തുടർ നടത്തിപ്പ് ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോഴത്തെ സർക്കാരല്ലേ? ഈ നിലപാടാകുമ്പോ അത് നടക്കുവോ? വളരെ വിചിത്രം. സാധാരണ വെറും കീഴ്വഴങ്ങലല്ല, നേരെ സാഷ്ടാംഗ പ്രണാമം. അങ്ങനെ വിനീത പാദസേവകരായി മാറുന്നു. RSSന്റെയും സംഘപരിവാറിന്റെയും പാദസേവകരായി മാറുന്ന ചിത്രം. ഒരു പ്രത്യേകതയുണ്ടായത്, കേരളത്തിൽ എല്ലാവരും അത് എതിർക്കാൻ തയ്യാറായി. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ വ്യത്യസ്ത സംഘടനകൾ, എല്ലാ സംഘടനാ നേതൃത്വങ്ങളും മറ്റെല്ലാം മറന്നുകൊണ്ട് ഈ നിലപാടിനെ എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. നല്ലത്. അപ്പോഴും ചിലർ വേണ്ടത്ര പറയാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണാതിരിക്കുന്നില്ല. എങ്കിലും പൊതുവെ എതിരായ വികാരം വന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ചെറിയൊരു മാറ്റം. സുപ്രീം കോടതിയിലെ വിധിക്ക് ശേഷം ഞങ്ങൾ നിലപാടെടുക്കാം എന്ന നിലയിലേക്ക് മാറി. ഇതിൽ ദുരുദ്ദേശമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കുറുക്കു വഴി തേടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സുപ്രീം കോടതിയിൽ നടത്തുന്ന കേസ് ദുർബലപ്പെടുത്തി കേസ് നടത്തേണ്ടത് ഇവരാണ്. ഇവർക്ക് നേരത്തെ ഉപദേശം കൊടുത്ത ആളുകളാണ് അവിടെ പോയി വാദിക്കേണ്ടത്. അങ്ങനെയുള്ള വാദത്തിൽ സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ ഈ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന്റെ ആപത്ത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അത് പരോക്ഷമായി അംഗീകരിക്കുന്ന ഒരു വാദം നടത്തിക്കളിയോ? അങ്ങനെ അയ്യോ സുപ്രീം കോടതി പറഞ്ഞു ഇനി എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തലാണോ? ഇതും സമൂഹത്തിന് മുന്നിലുള്ള സംശയമാണ്. ഇവരെ കുറിച്ചാകുമ്പോ അത്തരം സംശയങ്ങൾ പലതും വരികയാണ്. കുറച്ച് നാളുകളെ ആയുള്ളൂ, 3 മാസേ ആകുന്നുള്ളൂ. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി ഇത്തരത്തിലുള്ള RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന നിലപാട് നമ്മുടെ കേരളത്തിൽ
നിർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഇത് ശക്തമായി തുറന്നു കാണിക്കാനാവണം. മറ്റു കാര്യങ്ങളിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളാകാം. പക്ഷേ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കാനാകണം. ഇത് മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ മതസ്ഥർക്കുമുള്ള അതേ അവകാശം, ആനുകൂല്യം അത് ഇവിടുത്തെ മുസ്ലിമിനും ലഭിക്കേണ്ടതായിട്ടുണ്ട്, ഇസ്ലാം മതത്തിനും അത് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി ഉള്ള ഒരു സെമിനാർ എന്ന നിലക്ക് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത് വളരെ ഉചിതമായി. കുറച്ചധികം നീണ്ടുപോയോ എന്നൊരു സംശയമുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല.